ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ വളരെ ശക്തമായ ചില നിലപാടുകളെടുത്ത രാജാവാണ് ദാവീദ് രാജാവ്. ഇസ്രയേൽ ജനത്തെ ദൈവ ആരാധനയിലേക്ക് നയിച്ചവനാണ് ദാവീദ്. 92-ാം സങ്കീർത്തകനായ ദാവീദ് ഇപ്രകാരം പറയുകയാണ്: കർത്താവേ, അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതും സ്തുതികൾ അർപ്പിക്കുന്നതും എത്രയോ ശ്രേഷ്ഠമാണ്. പ്രിയപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ നേതാവ് പറയുകയാണ്: ദൈവമേ, അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുന്നതും കൃതജ്ഞത അർപ്പിക്കുന്നതും എത്രയോ ശ്രേഷ്ഠമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്തുതിക്കുക എന്നത് അത്ര മഹനീയമായ ഒരു കാര്യമാണ് എന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. ഇന്ന് ഈ രാത്രിയിൽ ദൈവമക്കളോ ഒന്നു ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. തുടർന്നുള്ള സമയങ്ങളിൽ സ്തുതിയാരാധനയാണ്. ഈ സ്തുതിയാരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത് ബ്രദർ ജിനോബി ജോസാണ്. ശാലോമിൻ്റെ ശുശ്രൂഷകനായിട്ട് ഈ നാളുകളിൽ സുവിശേഷ വേല ചെയ്യുന്നു. അദ്ദേഹത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയ സഹോദര സഹോദരി, ഏറെ ദൈവാനുഗ്രഹത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും ഒരു രാത്രിയിലാണ് നാം ഓരോരുത്തരും ഇപ്പോൾ ആയിരിക്കുന്നത്. ഈ രാത്രി ആരാധനയ്ക്കായി ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഒരുപാട് പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട്. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്തതും ഈ രാത്രിയിൽ എൻ്റെ ദൈവം എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇടപെടുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നതുമായ നിരവധി കാര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. ഒരുപക്ഷെ തളർന്ന മനസ്സും തകർന്ന ഹൃദയവുമായി ഏറെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ടായിരിക്കാം നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. പ്രിയ ദൈവജനമേ, ഒരു സത്യം നാം തിരിച്ചറിയണം. മനുഷ്യരായ നമ്മുടെയൊക്കെ മുൻപിൽ നമ്മുടെ ദൈവം നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് രൂപമെടുക്കുന്നവനാണ്. നമ്മുടെ ദൈവം നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് രൂപാന്തരപ്പെടുന്നവനാണ്. ഒരുപക്ഷെ നീ വിശക്കുന്നവനായിരിക്കാം, ദൈവം നിന്റെ മുൻപിൽ അപ്പമായി മാറും. ഒരുപക്ഷെ നീ മാറാ രോഗത്തിന് അടിമയായിരിക്കാം, ദൈവം നിന്റെ മുൻപിൽ ഒരു വൈദ്യനെ പോലെയാകും. ഒരുപക്ഷെ നീ തളർന്ന മനസ്സും കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഇരിക്കുന്ന വ്യക്തിയായിരിക്കാം, ദൈവം നിന്റെ മുൻപിൽ കണ്ണുനീരൊപ്പുന്നവനായി മാറിയും. ഇത് അനുഗ്രഹത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും രാത്രിയാണ്. എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന രാത്രി. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറഞ്ഞത്, ഇത് കർത്താവ് ഒരുക്കിയ ദിവസമാണ്. എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവമായ കർത്താവ് ഒരുക്കിയ ദിവസമാണ്. അനേകരുണ്ട് ഇന്ന് രോഗത്തിൻ്റെ റിസൾട്ട് വരുവാൻ ഈ നൈറ്റ് വിജിൽ കഴിഞ്ഞിട്ടത് വാങ്ങുവാൻ കാത്തിരിക്കുന്നവർ. അനേകർ ജീവിതത്തിൽ പല തീരുമാനങ്ങളും എടുക്കുവാൻ ഈ നൈറ്റ് വിജിൽ രാത്രിയൊന്ന് കഴിഞ്ഞോട്ടെ എന്ന് കരുതി കാത്തിരിക്കുന്നവരുണ്ട്. പ്രിയരെ, ഇത് എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം ഒരുക്കിയ രാത്രിയാണ്. നമുക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. ഇരു കരങ്ങളും നെഞ്ചോടൊന്ന് ചേർത്ത് വയ്ക്കുക. യോഹന്നാൻ ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞപ്പോൾ അവൻ ആകെ രൂപാന്തരപ്പെട്ടു. തൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ പത്മോസ് ദ്വീപിൽ ഏകനായി ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ കടന്നുപോയ യോഹന്നാൻ ഒരു വലിയ കാഴ്ച കണ്ടു. സ്വർഗത്തിൻ്റെ അനുഭവം. അതേ, ദൈവത്തിൻ്റെ സ്നേഹം യോഹന്നാൻ തിരിച്ചറിയുകയാണ്. അവനൊരു സ്വരം കേട്ടു. യോഹന്നാൻ സ്വരം കേട്ട മാത്രയിൽ അവൻ തിരിഞ്ഞു നോക്കി. അവനെ അത്ഭുതപ്പെടുത്തുമാർ അവനൊരു കാഴ്ച കണ്ടു. സ്വർഗത്തിൽ 7 വലിയ ധൂപപീഠങ്ങൾ, സ്വർണ്ണ നിർമ്മിതമായ 7 ധൂപപീഠങ്ങൾ. അവയ്ക്ക് നടുവിലായിതാ മനുഷ്യപുത്രനെ പോലെ തോന്നിക്കുന്ന ഒരുവൻ. അവന്റെ മേലങ്കി പാദങ്ങളോളം നീണ്ടുകിടന്നു. അവന്റെ മാറിൽ സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച. അവന്റെ തലയും തലമുടികളും വെൺമഞ്ഞു പോലെ ശോഭിതമായി. അവനെ കണ്ട മാത്രയിൽ യോഹന്നാൻ മരിച്ചവനെ പോലെ നിലംപറ്റെ താണുവണങ്ങി. അതേ പ്രിയവരെ, ദൈവമായ കർത്താവ് അവന്റെ മേൽ വലതുകരം നീട്ടി അവനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്.
ആദിയും അന്ത്യവുമായവൻ, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ. അതേ പ്രിയരെ, ഈ രാത്രിയിൽ നമ്മുടെ ജീവിതങ്ങളിൽ ദൈവമായ കർത്താവിത ഇടപെടുവാൻ പോകുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ രോഗങ്ങളുടെ മേൽ, എൻ്റെ കഷ്ടതകളുടെ മേൽ സ്വർഗത്തിന്റെ സാന്നിധ്യം ഇതാ പറന്നിറങ്ങുവാൻ പോകുന്നു. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി യോഹന്നാൻ കണ്ട ദൈവത്തെ, യോഹന്നാൻ അനുഭവിച്ച സ്നേഹത്തെ ഇരുകരങ്ങളും ഉയർത്തി, മനമുയർത്തി, സ്വരമുയർത്തി ഒന്ന് ചേർന്നൊന്ന് ആരാധിക്കാമോ? നിലവിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ഈ രാത്രിയിൽ ദൈവം തന്റെ സാന്നിധ്യം അയക്കും. അവൻ തന്നെ അത്ഭുതകരമായ വിടുതൽ അയക്കും. അനേക രോഗികൾ സുഖപ്പെടും. അനേക രോഗികൾ കിടക്കവിട്ട് എഴുന്നേൽക്കുന്ന മണിക്കൂറുകളാണിത്. ദൈവത്തെ ഒന്ന് നിലവിളിച്ചു പ്രാർത്ഥിക്കാമോ? കണ്ണുനീരുകൾ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാമോ? എന്റെ യേശുവേ എന്നൊന്ന് വിളിച്ചു പ്രാർത്ഥിക്കാമോ? ഇരു കരങ്ങളിലും നിങ്ങളുടെ നിയോഗങ്ങൾ എടുത്തുയർത്തുക, കഷ്ടതകൾ എടുത്തുയർത്തുക. പ്രിയരെ, ഒന്ന് ചേർന്ന് ദൈവത്തെ ആരാധിക്കുക. ദൈവത്തിന്റെ സാന്നിധ്യം, ഉൾപ്പടർപ്പിലിറങ്ങിയ അഗ്നിയുടെ അഭിഷേകം ഇതാ ബലഹീനമായ നമ്മുടെ ജീവിതങ്ങളുടെ മേൽ ഈ രാത്രിയിൽ പറന്നിറങ്ങുവാൻ പോകുന്നു. ദൈവകരങ്ങളിലേക്ക് ജീവിതങ്ങളെ കൊടുത്ത് ഈ ഗാനത്തിന്റെ ഈരടികളോട് ചേർന്ന് നല്ല ദൈവത്തെ കണ്ടുകൊണ്ട് നമുക്ക് ഈ നിമിഷങ്ങളിൽ പാടി ആരാധിക്കാം. എനിക്ക് വേണ്ടി മരിച്ച, എനിക്ക് വേണ്ടി ഉയർപ്പിക്കപ്പെട്ട, ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ മുൻപിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത്. അതേ പ്രിയരെ, എന്നെ സുഖപ്പെടുത്തുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും. എൻ്റെ കണ്ണുനീർ കണ്ണുകളിൽ തുടയ്ക്കുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും. എൻ്റെ കടബാധ്യതകൾ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും. ആ പരിശുദ്ധനായവനെ ഒന്ന് ചേർന്ന് പാടി ആരാധിക്കുന്നു. ഇറങ്ങിയ ദൈവ സാന്നിധ്യം എനിക്കായി വെളിപ്പെടുമേ. ഇറങ്ങിയ ദൈവ സാന്നിധ്യം എനിക്കായി വെളിപ്പെടുമേ. തിരുസാന്നിധ്യത്തിൽ പറയുന്ന നേരം ഞാനേകനല്ലിഹത്തിൽ. ആ തിരുസാന്നിധ്യത്തിൽ പറയുന്ന നേരം കാണുന്നെൻ രാജാവിനെ. പരിശുദ്ധൻ നീ, പരിശുദ്ധൻ നീ, ദൂതന്മാർ വാഴ്ത്തും കുഞ്ഞാടിനെ.
ഉപേക്ഷിക്കാത്തൊരു ദൈവം നിനക്കുണ്ട്. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിൽ നിന്റെ മാതാപിതാക്കൾ നിന്നെ വെറുത്തിട്ടുണ്ടാവും. നിന്റെ ജീവിത പങ്കാളി നിന്നെ മനസ്സിലാക്കുന്നുണ്ടാവില്ല. നീ സ്നേഹിച്ച നിന്റെ മക്കൾ പോലും നിന്നെ മനസ്സിലാക്കുന്നുണ്ടാവില്ല. എല്ലാവരാലും വെറുക്കപ്പെട്ട് ഒറ്റപ്പെട്ടൊരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണോ നീ? പ്രിയ മകനെ, മകളെ, തിരിച്ചറിയുക. നിന്റെ ഗുരുവും നാഥനുമായ ദൈവം ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയവനാണ്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ഒരു രാത്രിയിൽ അവൻ തടവറയിൽ കടന്നു. പ്രിയപ്പെട്ടവരെ, നിന്നെ മനസ്സിലാക്കുവാൻ അവനത് ധാരാളം മതി. ഈ രാത്രിയിൽ മനസ്സിന്റെ എല്ലാ ഭാരങ്ങളും കൊടുത്ത് നമ്മുടെ ഹൃദയ വിചാരങ്ങളെ ദൈവമക്കളിലേക്ക് ചേർത്ത് വെച്ച് വീണ്ടും നമുക്ക് പാടി ആരാധിക്കാം. വരും കൈവെടിഞ്ഞാലും നിൻ സാന്നിധ്യം മതിയെന്നുവേ. ഈ ലോക നേട്ടങ്ങൾ ഏതുമില്ലേലും നിൻ സാന്നിധ്യം മതിയെന്നുവേ. തിരുസാന്നിധ്യത്തിൽ മറയുന്ന നേരം യേശുവിനെ കണ്ടുകൊണ്ട് ആരാധിക്കുന്നു. യേശുവുണ്ട്. ആ തിരുസാന്നിധ്യത്തിൽ മറയുന്ന നേരം എൻ നിക്ഷേപമൊരുക്കുന്നുയരേ. പരിശുദ്ധൻ നീ, പരിശുദ്ധൻ നീ, ദൂതന്മാർ വാഴ്ത്തും കുഞ്ഞാടു നീ. ആദ്യനും നീ, അന്ത്യനും നീ, രാജാതിരാജാവും കർത്താവും നീ. പരിശുദ്ധൻ നീ, പരിശുദ്ധൻ നീ, ദൂതന്മാർ വാഴ്ത്തും കുഞ്ഞാടു നീ. ആദ്യനും നീ, അന്ത്യനും നീ, രാജാതിരാജാവും കർത്താവും. പരിശുദ്ധൻ നീ, പരിശുദ്ധൻ നീ, പരിശുദ്ധൻ നീ, ദൂതന്മാർ വാഴ്ത്തും കുഞ്ഞാടു നീ. ആദ്യനും നീ, അന്ത്യനും നീ, രാജാതിരാജാവും കർത്താവും നീ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ സ്തുതികൾക്കും യോഗ്യനായവൻ, എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യനായവൻ, ആദ്യനും അന്ത്യനുമായ കർത്താവിനെ എല്ലാവരും കരങ്ങളെ ഉയർത്തി ആരാധിക്കുന്നു. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരുകൾ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സങ്കടങ്ങൾ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഏവരും ആരാധിക്കുന്നു. ഓ പരിശുദ്ധനായവനെ, ഓ ദൈവത്തിന്റെ കുഞ്ഞാടെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, 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 മഹത്വം. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ആല, 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 ആല. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി, ഹൃദയം ഉയർത്തി, മനമുയർത്തി ദൈവത്തെ കണ്ടുകൊണ്ട് ആരാധിക്കുക. രോഗികൾ നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ
നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. അനേക നാളുകളായി വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാത്തവർ നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. സാമ്പത്തിക കടഭാരത്തിലൂടെ കടന്നു പോകുന്നവർ യേശുവിനെ കണ്ട് നിലവിളിച്ച് ആരാധിക്കട്ടെ. രോഗത്താൽ കഷ്ടപ്പെടുന്നവർ യേശുവിനെ കണ്ട് നിലവിളിച്ച് ആരാധിക്കട്ടെ. കുടുംബ ജീവിതം തകർച്ചയിലൂടെ കടന്നു പോകുന്നവർ യേശുവിനെ വിളിച്ച് ആരാധിക്കട്ടെ. ഇത് അത്ഭുതങ്ങളുടെ സമയമാണ്. ഇത് അനുഗ്രഹത്തിന്റെ സമയമാണ്. ഇത് വിടുതലിന്റെ സൗഖ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. കൃപ ഇറങ്ങട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ. ജോലി തടസ്സമുള്ളവർ യേശുവിനെ വിളിച്ച് ആരാധിക്കുന്നു. വിദേശത്ത് പോകുവാൻ തടസ്സം അനുഭവിക്കുന്നവർ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല 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 ഹല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, 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 മഹത്വം. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യായുടെ പ്രവചനം 55-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനർ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ. വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. അതേ പ്രിയപ്പെട്ടവരെ, തൻ്റെ അടുക്കൽ വരുന്നവന് സൗജന്യമായി വിളമ്പിക്കൊടുക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഒരു പ്രതിഫലവും വാങ്ങാതെ സൗജന്യമായി വിളമ്പിക്കൊടുക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആ നല്ല ദൈവത്തെ ആരാധിക്കുവാനായി ദൈവസന്നിധിയിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ രാത്രിയിൽ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന രാത്രിയാണ്. റൂത്തിന്റെ പുസ്തകം 2:12 ഇപ്രകാരം പറയുന്നു: തൻ്റെ പ്രവൃത്തികൾക്കനുസൃതം ദൈവം നമുക്ക് പ്രതിഫലം നൽകുന്നു. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രയേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം വാക്കുമാറാത്ത ദൈവമാണ്. നമ്മുടെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. ആ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്ന ദൈവമാണ്. ഈ രാത്രിയിൽ ആ നല്ല ദൈവത്തെ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തെ ഈ ഗാനത്തോട് ചേർന്ന് എല്ലാം മറന്ന് നമുക്ക് പാടി ആരാധിക്കാം. താളത്തിൽ കരങ്ങളടിച്ച് ശക്തിയോടെ സന്തോഷത്തോടെ പരസ്പരം നോക്കി ഒരു പുഞ്ചിരി തൂകി നന്നായി നമുക്ക് പാടി ആരാധിക്കാം. സർവശക്തനായ ദൈവത്തെ ശക്തിയോടെ നമുക്ക് ആരാധിക്കാം. കരങ്ങളൊന്ന് ഉയർത്തിയടിക്കാമോ? Glory. കരങ്ങൾ താഴ്ത്തി ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിപ്പോയാലും വാഗ്ദത്തം നിറവേറിടും. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. സങ്കീർത്തകൻ ഇപ്രകാരം പറയുന്നു: ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും എൻ്റെ കർത്താവിന് എന്നെ കുറിച്ച് കരുതലുണ്ട്. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും എൻ്റെ കർത്താവിന് എന്നെ കുറിച്ച് കരുതലുണ്ട്. അതേ പ്രിയരെ, ഈ രാത്രിയിൽ ദരിദ്രനെ ഉയർത്തുന്ന ദൈവം, പാവപ്പെട്ടവനെ ഉയർത്തുന്ന ദൈവം, ആ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിലാണ് നാം ഓരോരുത്തരും വിശ്വസിക്കുന്നത്. അതിനാൽ വിശ്വാസത്തോടെ സർവശക്തിയോടെ ആ നല്ല ദൈവത്തെ കണ്ടുകൊണ്ട് വീണ്ടും നമുക്ക് പാടി ആരാധിക്കാം.
ദരിദ്രരെ എന്നേക്കും മറക്കുകയില്ല, സാധുവിൻ പ്രത്യാശയ്ക്കു ഭംഗം വരില്ല. എളിയവനെ പൊടിയിൽ നിന്നും ഉയർത്തും, ദരിദ്രരെ കുപ്പയിൽ നിന്നും. പ്രതിഫലമുണ്ട് നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. യേശുവിനെ കണ്ടുകൊണ്ട് നമുക്ക് ആരാധിക്കാം, സർവശക്തിയോടെ ആരാധിക്കാം. വചനം ഇപ്രകാരം പറയുന്നു: വിലാപത്തോടെ വിത്ത് വിതയ്ക്കുവാൻ വയലിലേക്ക് പോയവൻ ആനന്ദത്തോടെ കറ്റ ചുമന്ന് മടങ്ങിയെത്തും. വിത്തുമായി വിലാപത്തോടെ വയലിലേക്ക് പോകുന്നവൻ ആനന്ദത്തോടെ കറ്റ ചുമന്ന് മടങ്ങി വരും. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിന്റെ സമയമുണ്ട്. ഈ കണ്ണുനീരെല്ലാം മാറുന്ന ഒരു സമയമുണ്ട്. ഈ കഷ്ടതകളെല്ലാം മാറുന്ന ഒരു ദിനമുണ്ട്. അത് നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ സംഭവിക്കും. ഈ രാത്രിയിൽ തന്നെ സംഭവിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കണ്ടുനീർ കുപ്പിയിൽ സൂക്ഷിക്കുന്നു, പ്രാർത്ഥനയ്ക്കുത്തരം നൽകിയിടുന്നു. വിത്തു ചുമന്നു കരഞ്ഞു വിതച്ചവൻ ആർപ്പോടെ കൊയ്തിടുമേ. പ്രതിഫലമുണ്ട് നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. നമ്മുടെ എല്ലാ കഷ്ടതകളെയും ഈശോയുടെ പക്കലേക്ക് നമുക്ക് ചേർത്ത് വെക്കാം. നമ്മുടെ ജീവിതം ആനന്ദം കൊണ്ട് നിറയ്ക്കുന്നവനാണ് അവിടുന്ന്. ഒരിക്കലും കഷ്ടതയുടെ വഴിയിലൂടെ കടന്നു പോകുവാൻ ദൈവം നമ്മെ അനുവദിക്കുകയില്ല. അവൻ വാക്ക് മാറാത്തവനും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനുമാണ്. അവന്റെ വാഗ്ദാന പ്രകാരം അവൻ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ വീണ്ടും നമുക്ക് പാടി ആരാധിക്കാം. കഷ്ടങ്ങളെല്ലാം തീർന്നിടുമേ, നഷ്ടങ്ങളെല്ലാം മാറിടുമേ. യേശു വേഗം വന്നിടുമേ, തക്ക പ്രതിഫലം തന്നിടുമേ. പ്രതിഫലമുണ്ട് നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിപ്പോയാലും വാഗ്ദത്തം നിറവേറിടും. വാനവും ഭൂമിയും മാറിപ്പോയാലും വാഗ്ദത്തം നിറവേറിടും. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. 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 സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരിക്കൽ കൂടി ആ നല്ല ദൈവത്തെ ആരാധിക്കുക. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ കൊടുക്കുക. എല്ലാ ആവശ്യങ്ങളെയും യേശുവിലേക്ക് ഉയർത്തുക. ഇതാ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോകുന്നു. മോശയുടെ ജീവിതത്തിൽ ഇറങ്ങി വന്ന അഭിഷേകം, യോഹന്നാൻ കണ്ട അതേ ദർശനം ഈ രാത്രിയിൽ നമ്മുടെ കുടുംബങ്ങളുടെ മേൽ, നമ്മുടെ ജീവിതത്തിന്റെ മേൽ, നമ്മുടെ
നമ്മുടെ സമൂഹത്തിന്റെ മേൽ, നമ്മുടെ സന്യാസ ഭവനങ്ങളുടെ മേൽ ഈ രാത്രിയിൽ സ്വർഗത്തിലെ നല്ല ദൈവം കൃപകൾ വർഷിക്കുവാൻ പോകുന്നു. രോഗികളെല്ലാവരും നിലവിളിച്ചു പ്രാർത്ഥിക്കട്ടെ. കണ്ണുനീരിലൂടെ കടന്നു പോകുന്നവർ യേശുവേ എന്ന് നിലവിളിച്ചു പ്രാർത്ഥിക്കുക. യേശുവേ എന്ന് നിലവിളിച്ചു പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഒരു നടുക്കടലിൽ അകപ്പെട്ടു പോയ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ ശിഷ്യർ വിളിച്ചു പ്രാർത്ഥിച്ചില്ലേ? യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചില്ലേ? യേശു അവരുടെ മക്കളിലേക്ക് ആ വള്ളത്തിന്റെ അരികിലേക്ക് കടന്നു വന്ന് അവരെ സുഖപ്പെടുത്തിയതുപോലെ, അവരെ ആശ്വസിപ്പിച്ചതുപോലെ, അവരെ ധൈര്യപ്പെടുത്തിയതുപോലെ ഈ രാത്രിയിൽ ഇതാ എല്ലാ പ്രതീക്ഷകളും തകർന്ന ജീവിതങ്ങളുടെ മേൽ ക്രിസ്തു തന്റെ സാന്നിധ്യം അയക്കുന്നു. അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ആദിയും അന്ത്യവുമായവൻ. സർവശക്തിയോടെ പ്രാർത്ഥിക്കുക, നിലവിളിച്ചു പ്രാർത്ഥിക്കുക, യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ ഇറങ്ങട്ടെ, കൃപ ഇറങ്ങട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ, ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ, രോഗികൾ സുഖപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ, 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 ദൈവ സാന്നിധ്യം നിറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. മഹത്വം, മഹത്വം, പ്രതിഫലമുണ്ട് നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല.